മഴക്കെടുതിയിൽ കൃഷിനാശം നേരിട്ട കർഷകർക്ക് 2.5 വർഷം കഴിഞ്ഞിട്ടും നഷ്ടപരിഹാരമില്ല. കഴിഞ്ഞ വർഷം മാത്രം ഇടുക്കിയിൽ വിതരണം ചെയ്യാനുള്ളത് 26 ലക്ഷത്തിലധികം രൂപയാണ്. ഓരോ മഴക്കാലവും ഇടുക്കിയിലെ കർഷകർക്ക് ദുരിതങ്ങളാണ് സമ്മാനിക്കുന്നത്. വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് പൊന്നുവിളയിച്ച ഭൂമി നിമിഷനേരം കൊണ്ടില്ലാതായ നിരവധി കർഷകരുണ്ട് ജില്ലയിൽ. ഇവരുടെ തുടർ ജീവിതത്തിന്റെ ഏക പ്രതീക്ഷയാണ് സർക്കാരിൽ നിന്നുള്ള സഹായം. എന്നാൽ 2021 മെയ് മാസത്തിനു ശേഷം ജില്ലയിൽ പ്രകൃതി ദുരന്തങ്ങളിലെ നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാര തുക കൈമാറിയിട്ടില്ല. ഇതോടെ പല കർഷകരുടെയും ജീവിതം പ്രതിസന്ധിയിലായി. ഇടുക്കിയിലെ കർഷകർ നിലവിൽ അതീവ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടെന്നാൽ പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ടും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ട് വന്യമൃഗങ്ങളുടെ ശല്യം, മണ്ണിടിച്ചൽ, അങ്ങനെ ഒരുപാട് രീതിയിലൂടെയാണ് കർഷകർ ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. എന്നാൽ ഇതുവരെ യാതൊരു വിധത്തിലുള്ള ഒരു ധനസഹായവും കർഷകർക്ക് കൊടുക്കാൻ ഗവൺമെന്റ് ഇതുവരെ തയ്യാറായിട്ടില്ല. 2023 ഇടുക്കിയിൽ ആകെ 400 അപേക്ഷകളിലായി 25,80,000-ലധികം രൂപയാണ് നഷ്ടപരിഹാരമായി കണക്കാക്കിയിരുന്നത്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഉരുൾപൊട്ടലുണ്ടായ ശാന്തൻപാറ പഞ്ചായത്ത് ഉൾപ്പെടുന്ന ദേവികുളം ബ്ലോക്കിലാണ് ഏറ്റവും അധികം തുക. ദേവികുളത്ത് 141 അപേക്ഷകളിലായി 9,33,000-ലധികം രൂപ വിതരണം ചെയ്യണം. ഇടുക്കി ബ്ലോക്കിൽ 4.25 ലക്ഷവും ഇളന്തേശം ബ്ലോക്കിൽ 3,77,000 രൂപയും വിതരണം ചെയ്യാനുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിലടക്കമുള്ള നാശനഷ്ടം നേരിടുന്നവർക്ക് തുച്ഛമായ തുകയാണ് കിട്ടുക. അനുവദിക്കുന്ന ഈ തുക പോലും സമയത്ത് ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.